അതിൽ 70 നരകത്തിലേക്ക് പോയി. ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിലെത്തുന്നത്. ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി പിളർന്നു. അതിൽ 71 നരകത്തിലേക്ക് പോകുമ്പോ ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിലെത്തുന്നത്. എന്നാ റസൂൽ പറയുന്നു, എന്റെ ഉമ്മത്തും ഇതുപോലെ തന്നെ പിളരുന്നതാണ്. 73 വിഭാഗമായി കൊണ്ട് പിളരുന്നതാണ്. കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു കക്ഷി ഒഴികെ 72 മലപരാധികളാണ്, നരകത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ പോകുന്ന അലപരാധികളെ കുറിച്ച് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് സംശയമില്ല, അവരെ കുറിച്ച് ആകാംക്ഷയില്ല, അവരെ കുറിച്ചൊരു ചോദ്യവുമില്ല. മറിച്ച് റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, വിജയിക്കുന്ന വിഭാഗം മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് റസൂലേ? ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേ ദിവസം ഏതൊരു നിലപാടിലാണോ ജീവിച്ചത് ആ നിലപാടിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് സത്യത്തിന്റെ പാത മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ വിട്ടേച്ചു പോയത് 2 ആധാരങ്ങളാണെങ്കിൽ, ആ ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണമാണെങ്കിൽ ആ പ്രമാണത്തെ സ്വന്തം ഇഷ്ട പ്രകാരം തങ്ങളുടെ പാർട്ടിയുടെ ആ താല്പര്യപ്രകാരം അല്ലെങ്കിൽ ഉദരപൂർത്തീകരണത്തിന്റെ ആവശ്യപ്രകാരം അതിനെ വളച്ചൊടിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പ്രസ്ഥാനം. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം എന്ന് പറയുന്നത് അത് കേവലം മുതുകത്ത് എഴുതി ഒട്ടിച്ചു വെച്ചാൽ നാഴികക്ക് 40 വട്ടം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് വിളിച്ചു കൂവിയാൽ ഒരിക്കലും തന്നെ ആദർശമാവില്ല. മറിച്ച് ആ ആദർശമാകണമെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ മുഴുവനും തന്നെ എന്തൊക്കെ വിളിച്ചു കൂവിയാലും ഏതൊക്കെ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞാലും മതമാണ് ഞങ്ങൾ പറയുന്നതെന്ന് അവരെ ആർത്ത് പിന്നെ ഏത് രൂപത്തിൽ വെട്ടി തുറന്നു പറഞ്ഞാലും ശരി, അത് നമുക്ക് പരിശോധിക്കാനുള്ള ചൂണ്ടുപലക, അത് പരിശോധിക്കാനുള്ള ഉരക്കല്ല്, അതാണ് മഹാരഥന്മാരായ റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത്. കാരണം നബിയിൽ നിന്ന് ദീനുൽ ഇസ്ലാം കേട്ടത് അവരാണ്. അവര് എങ്ങനെയാണോ അല്ലാഹു തആല പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയത്, എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ഉൾക്കൊണ്ടത്, എങ്ങനെയാണോ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ കൃത്യമായ ഷഹാദത്ത് കലിമയുടെ താല്പര്യം അവർ തന്റെ ജീവിതത്തിൽ കൊണ്ടുപോയത്, ആ രൂപത്തിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, ആ മാർഗത്തെ നമ്മൾ വഴിത്താരയെ ധന്യമാക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ പരാജയപ്പെടുകയില്ല, വഴിതെറ്റിപ്പോവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവിടെ പല വേദിയിലും പലരും പലതും പറയുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ആളുകളുടെ മുമ്പിൽ കൃത്യമായ സത്യത്തിന്റെ വഴിയറിയാൻ ഇതാ നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു മാർഗം. ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേ ദിവസം ഏതൊരു നിലപാടിലാണോ ആ നിലപാടുകാരാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലപാടിൽ ജീവിക്കുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അത് ഏതെങ്കിലും ഒരു പാർട്ടിയാണെന്ന് സ്വയം അവകാശപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിലാണ്, അല്ലാഹു തആല വിട്ടേച്ചു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല പൂർത്തീകരിച്ച ആ പാതയിലാണ്, സിറാത്തുൽ മുസ്തഖീമിലാണ് ഞാൻ എന്ന് ഉറക്കെ പറയണമെങ്കിൽ എന്റെ വിശ്വാസം സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ച പോലെയാകണം. എന്റെ കർമ്മങ്ങൾ, എന്റെ ആചാരങ്ങൾ, എന്റെ അനുഷ്ഠാനങ്ങൾ അതെല്ലാം മഹാരഥന്മാരായ സ്വഹാബികൾ എങ്ങനെയാണോ റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കിയത് ആ രൂപത്തിലാകണം. എങ്കിൽ നമ്മൾ ജയിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വിഷയത്തിന്റെ ആമുഖമാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കേവലം 2 സംഘടന മാത്രം എടുക്കുക. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അഹ്ലുസുന്നയുടെ ബാനറിൽ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനവും, അഥവാ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ബാനറിൽ അവർ പ്രവർത്തിക്കുന്നു എങ്കിലും അത് സത്യത്തില് പല്ലില്ലാത്തവനെ പല്ലൻ എന്ന് വിളിക്കുന്ന പോലെ, വെള്ളിക്കോലുമൽ ഒരു തരിമ്പ് പോലും വെള്ളിയില്ലെങ്കിലും അതിനെ വെള്ളിക്കോൽ എന്ന് പറയുന്ന പോലെ, അതുപോലെ തന്നെ നെയ്യപ്പം അത് ചിലപ്പോൾ കടലെണ്ണയിൽ ഉണ്ടാക്കിയതായിരിക്കും, അതിനെ നെയ്യപ്പം എന്ന് വിളിക്കുന്ന പോലെ ആ രൂപത്തില് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ യാതൊരു നടപടിക്രമങ്ങളും തങ്ങളുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുപോയ ശിയാക്കളുടെ ആചാരങ്ങളെ കടമെടുത്തുകൊണ്ട് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ കരിഞ്ചന്തയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന സമസ്ത പ്രസ്ഥാനവും തമ്മിലുള്ള ആശയങ്ങളും കർമ്മങ്ങളും തമ്മിൽ ആശയപരമായ കാര്യങ്ങളെ നമ്മൾ
ചർച്ചക്കെടുക്കുകയാണെങ്കിൽ തന്നെ ഈ പരിമിതമായ സമയം എനിക്ക് മതിയാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്കറിയാം, ഇസ്ലാമിന്റെ മൗലിക സന്ദേശമായ ആണിക്കല്ലായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ തൗഹീദിന്റെ വിഷയത്തിൽ മുതൽ നമസ്കാരത്തിൽ വിരൽ ചലിപ്പിക്കുന്ന വിഷയം വരെ ഇന്ന് സത്യത്തിൽ തർക്കങ്ങളിൽ കിടക്കുകയാണ്. ഈ തർക്കങ്ങൾക്കെല്ലാം പരിഹാരമായി മഹാന്മാരായ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ പാതയിലൂടെ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എല്ലാത്തിനും പരിഹാരം കാണും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരൊറ്റ വിഷയം മാത്രമാണ് എനിക്ക് നൽകപ്പെട്ട വളരെ പരിമിതമായ ഈ സമയത്തിൽ ഞാൻ ചർച്ചക്കെടുക്കുന്നത്. അതേതാണ്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ മേഖലയിലെ രണ്ട് കാര്യമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അതുപോലെ തന്നെ കറാമത്ത്. ഈ രണ്ട് കാര്യം ഇന്ന് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രണ്ട് കാര്യത്തിൽ ഇന്ന് സമൂഹം അന്ധമായ നിലപാടിലാണ്, അബദ്ധമായ വിശ്വാസങ്ങളിലാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആരാണ് ഔലിയാക്കന്മാർ? അവരുടെ ഗുണം എന്താണ്? അവർക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞ ലക്ഷണങ്ങൾ എന്താണ്? അതുപോലെ തന്നെ കറാമത്ത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാം കൃത്യമായി പ്രമാണത്തിൽ മനസ്സിലാക്കുകയും അതോടൊപ്പം ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരാര്, പ്രചരിപ്പിക്കുന്ന കറാമത്തുകൾ ഇസ്ലാമിന്റെ ശരീഅത്തിനുള്ളിൽ ഉള്ളതാണോ അല്ല പുറത്തുള്ളതാണോ, ഇതൊന്ന് പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ മാത്രം നമുക്ക് കൃത്യമായി ഒരു രൂപമുണ്ടാകും. ബാക്കിയുള്ള അനുബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രഗൽഭവാഗ്മിയും പണ്ഡിതനുമായ ഹുസൈൻ സലഫി ഷാർജ ഇവിടെ നമ്മുടെ മുമ്പിൽ സംസാരിക്കുവാൻ കാത്തിരിക്കുകയാണ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് അത്ഭുതം കാണിക്കുന്ന ആളുകൾ അവരല്ല ഔലിയാക്കന്മാർ. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്ന ആളുകൾ ഔലിയാക്കന്മാരാണെങ്കിൽ കരണ്ട് മോഹൻ ഔലിയായി നമ്മൾ പ്രഖ്യാപിക്കണം. കാരണം എന്താ? കരണ്ട് മോഹന് ഗിന്നസ് ബുക്കിൽ പേര് കിട്ടിയ ആളാണ്, അല്ലേ? ഏറ്റവും നല്ല വോൾട്ടേജ് പാസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന്റെ കമ്പി വളരെ നിസ്സാരമായി പിടിച്ച് തന്റെ ശരീരത്തിലൂടെ ആ ഏറ്റവും ഉന്നതമായ കരണ്ട്, വളരെ വോൾട്ടേജുള്ള കരണ്ട് പാസ് ചെയ്യിക്കാൻ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ മജീഷ്യൻ മുതുകാട് എന്തെല്ലാം കാണിക്കുന്നു, അതുപോലെ എത്ര അത്ഭുതങ്ങൾ പലരും കാണിക്കുന്നു. അപ്പൊ അത്ഭുതം കാണിക്കുന്ന ആളുകളാണ് ഔലിയാക്കന്മാർ എന്ന ഒരു ചിന്ത നമ്മുടെ നാട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഔലിയാ ഉല്ലാ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരെന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുത്തവരാണ് എന്നാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുവാൻ നിർദ്ദേശിച്ച കാര്യങ്ങള് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളാണ് മുഅ്മിനുകൾ, മുഹ്സിനുകൾ. അതുപോലെ ആ പേരിൽ അറിയപ്പെടുന്ന ഒരു പേര് മാത്രമാണ് ഔലിയാ. അതുകൊണ്ട് തന്നെ ആ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം, ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്നറിയുമോ? അവരിൽ ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരിക്കലും തന്നെ ഭയപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും തന്നെ ദുഃഖിക്കേണ്ടി വരില്ല. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് അവർക്ക് സുഖലോൽപമായ ജീവിതമാകുമെന്നാണല്ല. ഈ ദുനിയാവിൽ അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ മഹാരഥന്മാരെ ഔലിയാക്കന്മാര് പോലും പട്ടിണി സഹിച്ച് വിഷമം സഹിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്ര പോയിട്ടുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് വന്നവരുടെ റൂഹ് ഏറ്റെടുക്കുന്നതോടുകൂടി പിന്നീട് മരണാനന്തര ജീവിതത്തിൽ എത്തുന്നതോടുകൂടി അവർക്ക് ഒരു ദുഃഖവുമില്ല, അവർക്ക് ഒരു വിഷമവുമില്ല. മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ഉന്നതമായ സൗഭാഗ്യം നിറഞ്ഞ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഔലിയാക്കന്മാരുടെ ലക്ഷണം പറയുന്നു. അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? ആമനൂ, തങ്ങളുടെ രക്ഷിതാവിൽ അവർ കൃത്യമായി വിശ്വസിച്ചവരാണ്. എങ്ങനെയെങ്കിലും വിശ്വസിക്കല്ല. പടച്ചവൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ പോലെയാണ്, അല്ല എന്ന് പറഞ്ഞാൽ മന്ത്രിയെ പോലെയാണ്, അല്ല എന്ന് പറഞ്ഞാൽ ഒരു കോടതി പോലെയാണ്. നേർക്ക് നേരെ അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇടയിൽ ആളെ വെച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് ദുആ ചെയ്യണം എന്ന പിഴച്ച വിശ്വാസമല്ല അവർ പഠിക്കുന്നത്. അതുപോലെ തന്നെ അല്ല എന്ന് പറഞ്ഞാൽ പാലിലെ വെണ്ണ പോലെയാണ്, എല്ലായിടത്തും ഉണ്ട് എന്നല്ല പഠിപ്പിക്കുന്നത്. മരിച്ചു അല്ലാഹു തആല പഠിപ്പിച്ച റസൂലുള്ളാഹിയുടെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്ന മഹാരഥന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയ ആ വിശ്വാസം എന്താണോ, അഥവാ തൗഹീദുർ റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്
എന്നിങ്ങനെ തൗഹീദിന്റെ 3 ഗണങ്ങളെയോ കൃത്യമായി പ്രമാണത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നവരാണവര്. അങ്ങനെ റബ്ബിനെ മനസ്സിലാക്കിയവരാണവര്. അതോടൊപ്പം തന്നെ അവര് നല്ല തഖ്വയുള്ള ആളുകളാണ്. തഖ്വ നിലനിൽക്കാൻ ആവശ്യമായ നമസ്കാരം നിലനിർത്തും, 5 നേരം അനുബന്ധമായ സുന്നത്ത് കർമ്മങ്ങളൊക്കെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഹജ്ജ്, അതുപോലെ സക്കാത്ത്, നോമ്പ്, ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ സ്തംഭങ്ങളെല്ലാം പാലിക്കുന്നവരാണ്. അതുപോലെ തന്നെ കുടുംബജീവിതം വിശുദ്ധിയുള്ളവരാണ്. അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിൽ ന്യൂനതയില്ലാത്തവരാണ്. വ്യക്തിപരമായ രഹസ്യവും പരസ്യവുമായ ജീവിതം അതെല്ലാം ഭദ്രമാണ്. ഇങ്ങനെ ഒരു നിലക്കും ന്യൂനതകളില്ലാത്ത വളരെ പവിത്രമായ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല അനുയായികളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 62-63 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഔലിയാക്കന്മാർ അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ഉദയം കൊള്ളുന്നവരല്ല, മറിച്ച് അത് എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഈ കാലഘട്ടവും ഇനി ഇലാ യൗമുൽ ഖിയാമ വരെയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാകും. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ ഹക്കിന്റെ മാർഗത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സത്യദീനിന്റെ ആ കൃത്യമായ ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിന്റെ ഗന്ധിയായി കൊണ്ടുപോവുകയും അത് ജനങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഇവിടെ അന്ത്യനാൾ വരെ തുടർന്നു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ വഹി നൽകിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്തും അല്ലാത്ത കാലത്തും എല്ലാ കാലത്തും ഔലിയാക്കന്മാരുണ്ട്. ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഔലിയാക്കന്മാരെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കൃത്യമായ ഗണങ്ങളിലൂടെ, വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള കൃത്യമായ മാർഗങ്ങളിലൂടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കുള്ള കൃത്യമായ ലക്ഷണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും വിശദീകരിച്ചിടത്ത് വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു. എന്ത്? ഔലിയാക്കന്മാർ അവർക്ക് അല്ലാഹു തആല ഒരുപക്ഷേ കറാമത്ത് വെളിപ്പെടുത്തിയേക്കാം, അത്ഭുതങ്ങൾ അവരിലൂടെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഔലിയാഇനെല്ലാം കറാമത്തുണ്ടാകണമെന്നോ കറാമത്തില്ലാത്തവരൊന്നും ഔലിയാക്കളല്ല എന്നോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ഔലിയാക്കന്മാരിലും കറാമത്ത് നിർബന്ധം ഉണ്ടാകണം, കറാമത്തില്ലാത്തവനൊന്നും ഔലിയല്ല എന്ന വിശ്വാസം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പിന്നെ മാത്രവുമല്ല തന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത ദൃഷ്ടാന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് നാട് നീളെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പോവാനും എന്നിട്ട് അത് കച്ചവടവൽക്കരിക്കാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ആർത്തവമുള്ള ഒരു പെണ്ണ് തന്റെ ആർത്തവത്തെ മറച്ചു വെക്കുന്ന പ്രകാരമാണോ അപ്രകാരം യഥാർത്ഥത്തിൽ അല്ലാഹു തആലയിലൂടെ വല്ല അത്ഭുതങ്ങളും ഉണ്ടായാൽ തന്നെ അത് ഒരു സത്യവിശ്വാസി ഒരു വലിയ അത് മറച്ചു വെക്കുമെന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മഹാരഥന്മാരായ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുകയും തങ്ങളുടെ വിശ്വാസങ്ങൾ പോലും വ്യതിചലിക്കുന്ന രൂപത്തിലുള്ള കള്ളക്കഥകൾ ഗ്രന്ഥങ്ങളിലൂടെ കുത്തി നിറക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് മുസ്ലിം സമൂഹത്തില് ആളുകൾ പടച്ച തമ്പുരാനെ പേടിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്ന് ഇവർ പറഞ്ഞു നടക്കുന്ന ആളുകളെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നീ അല്ലാഹുവേ ഞാനിത് ചെയ്തിട്ടില്ല എന്ന് നീ സത്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ വന്നുകൊണ്ട് സുമ്മ വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവൻ ധൈര്യസമേതം പറയും. ആര്? തെറ്റ് ചെയ്ത കള്ളൻ പോലും തെമ്മാടി പോലും അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാൽ 3 തവണയല്ല 1000 തവണ അവൻ വേണമെങ്കിൽ വിളിക്കും. എന്നാ ചൊന്ന് മമ്പറത്തേക്ക് വാ, അല്ലെങ്കിൽ നീ പൊന്നാനി കിളിക്കട്ട ചാർത്തിലേക്ക് ഒന്നുവാ, അല്ലെങ്കിൽ നീ കൊടിഞ്ഞിപ്പള്ളിയിലേക്ക് ഒന്നുവാ എന്ന് പറഞ്ഞാൽ അവന്റെ മുട്ടിങ്ങനെ പറക്കും. കാരണം എന്താ? അവിടെ വന്ന് ഞാൻ സത്യം ചെയ്യൂല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ 2 കുടുംബങ്ങൾ തമ്മിൽ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായി. ആ കേസിൽ പെണ്ണിന്റെ വീട്ടുകാര് നുണ പറഞ്ഞുകൊണ്ട് പലതും സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ രേഖാമൂലം അത് തെളിയിക്കാൻ കഴിയാത്ത ഭാര്യ ഭർത്തൃ വീട്ടുകാരെന്ത് ചെയ്തു? അവസാനം അവിടെ വെച്ചുകൊണ്ട് ഒരു വക്കീലിന് മുഖാന്തരം ഒരു നിവേദനം സമർപ്പിച്ചു. അതെന്താ? ഒരു അഭ്യർത്ഥന പറഞ്ഞു. ശരി, ഇവര് പറയുന്ന ഈ കാര്യം
മമ്പറ മക്കാമിൽ വന്നിട്ട് ഇവർ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അപേക്ഷിച്ചു. അപേക്ഷ പാലിച്ചു. ജഡ്ജി മുഖാന്തരം ഒരു ഡേറ്റ് മമ്പറ മക്കാമിലേക്ക് നിശ്ചയിച്ചു.